നമസ്കാരം. അമൃതപുരി ആനന്ദത്തിലാണ്. വിശ്വമാതാവ് സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിക്ക് ഇന്ന് 72ാം പിറന്നാൾ. അമ്മയ്ക്ക് അമ്മയുടെ ജന്മദിനം ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്കുള്ളതാണ്. മക്കൾക്ക് അമ്മയുടെ പിറന്നാൾ സമ്മാനം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ആഘോഷങ്ങളെല്ലാം അമ്മയുടെ മക്കൾക്കാണ്. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ത്യാഗത്തിന്റെയും പര്യായമായ അമ്മ. വിശ്വമാതാവായ അമ്മയുടെ പിറന്നാൾ ഓരോ മക്കളും ആഘോഷമാക്കുകയാണ്. ടോപ് 10 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിയുടെ പിറന്നാൾ ആഘോഷ നിറവിൽ അമൃതപുരി. അമ്മയെ കാണാൻ പതിനായിരങ്ങൾ. ദർശനം തുടരുന്നു. ആഘോഷങ്ങളിൽ പങ്കെടുത്ത് കേന്ദ്രമന്ത്രി JP നദ്ദ ഉൾപ്പെടെയുള്ള പ്രമുഖർ. സ്വന്തം മനോവികാസത്തിനും സമൂഹത്തിന്റെ നന്മയ്ക്കും ഉതകുന്ന ശീലങ്ങൾ ഉള്ളിൽ ജനിക്കുന്ന ദിവസമാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ ജന്മദിനമെന്ന് സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി. ദുഃഖിക്കുന്നവരെ സേവിക്കുന്നതാണ് ഈശ്വര പൂജയെന്നും ജന്മദിന സന്ദേശത്തിൽ അമ്മ. സമൂഹത്തിന് നന്മയ്ക്കുതകുന്ന ശീലങ്ങൾ ഉള്ളിൽ ജനിപ്പിക്കണം. അതാണ് ശരിയായ ജന്മദിനം. അങ്ങനെ നന്മയുടെ നമ്മൾ അനവധി പുതുജന്മങ്ങളെ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അത്തരം നന്മമനങ്ങൾ ഉള്ളിൽ പൂടുമ്പോൾ നിറവും മണവും എല്ലായിടവും പരക്കും. അത് നമുക്ക് മറ്റുള്ളവർക്കും എന്തെന്നില്ലാത്തൊരു ആഹ്ലാദം പകരുന്നതാണ്. That her whole life has been dedicated with unconditional compassion, unconditional love to the society, and dedicated for the society, making the society stronger, empowered. ആതുര വിദ്യാഭ്യാസ മേഖലകളിലെ അമ്മയുടെ സേവനങ്ങളെ പ്രകീർത്തിച്ച് കേന്ദ്രമന്ത്രി JP നദ്ദ. അമ്മയുടെ ജീവിതം സേവനത്തിന് സമർപ്പിതമെന്നും മാതൃകാപരമെന്നും നദ്ദ. മാനവ സേവയാണ് ദൈവാരാധനയെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് അമ്മയെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. അമ്മ ലോകത്തിന് വെളിച്ചം പകരുന്നുവെന്ന് ശശി തരൂർ MP. ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച അമൃതപുരി. സൗജന്യ ശസ്ത്രക്രിയയിലൂടെ പൊതുജീവിതത്തിലേക്ക് 400-ലേറെ കുട്ടികൾ. സമൂഹ വിവാഹത്തിനും സ്വാശ്രയ സംഘങ്ങൾക്കുള്ള സഹായ വിതരണത്തിനും സാക്ഷിയായി അമൃതപുരി. അമൃതകീർത്തി പുരസ്കാരം എഴുത്തുകാരൻ PR നാഥന് കേന്ദ്രമന്ത്രി JP നദ്ദ സമ്മാനിച്ചു. സമാദരണീയനായ എഴുത്തുകാരൻ ശ്രീ PR നാഥന് സമർപ്പിക്കുകയാണ്. തമിഴ്നാട്ടിലെ കരൂരിൽ നടൻ വിജയ് പങ്കെടുത്ത റാലിയിൽ വൻ ദുരന്തം. തിക്കിലും തിരക്കിലും 36 പേർ മരിച്ചു. മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും. ഒട്ടേറെ പേർ ഗുരുതരാവസ്ഥയിൽ. മരണസംഖ്യ ഉയരുന്നു. UN-ൽ പാകിസ്ഥാന് മറുപടിയുമായി ഇന്ത്യ. ഭീകരതയെ മഹത്വപ്പെടുത്തുന്നതാണ് പാകിസ്ഥാന്റെ നയമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ മൂന്നാം കക്ഷിക്കിടമില്ലെന്നും ഇന്ത്യൻ നയതന്ത്രജ്ഞ പെറ്റൽ ഗെഹ്ലോട്ട്. NSSന്റെ സമദൂര നിലപാടിൽ മാറ്റമില്ലെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയുമില്ലെന്നും ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. തുടരുന്നത് മന്നത്ത് പത്മനാഭൻ എടുത്ത നിലപാടെന്നും വിശ്വാസകാര്യത്തിൽ രാഷ്ട്രീയമില്ലെന്നും സുകുമാരൻ നായർ. ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി ദുൽഖറിന്റെ ഒരു വാഹനം കൂടി കസ്റ്റംസ് കണ്ടെത്തി. വാഹനം കണ്ടെത്തിയത് ദുൽഖറിന്റെ ബന്ധുവിന്റെ വെണ്ണലയിലെ ഫ്ളാറ്റിൽ നിന്നും. ഭൂട്ടാൻ വഴിയുള്ള വാഹന കള്ളക്കടത്തിൽ ഇടനിലക്കാരെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ ചരിത്ര പോരാട്ടം നാളെ. മത്സരം രാത്രി 8 മണി മുതൽ. ലഡാക്ക് സംഘർഷത്തിന്റെ പേരിൽ അറസ്റ്റിലായ ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിന് പാകിസ്ഥാൻ ബന്ധമെന്ന് പോലീസ്.
അതിർത്തിക്കപ്പുറത്തേക്ക് വാങ്ചുക് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്ന് ലഡാക്ക് DGP. സ്റ്റോറി ഓഫ് ദ ഡേ: പ്രകൃതിയോടുള്ള കരുതലിന് കൊച്ചി അമൃത ആശുപത്രിക്ക് പുരസ്കാരം. സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനാഘോഷം അമൃതവർഷം 72 കേന്ദ്രമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്തു. അമ്മയുടെ സേവന പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി പ്രകീർത്തിച്ചു. ചടങ്ങിൽ അമൃതകീർത്തി പുരസ്കാരം അമ്മയുടെ സാന്നിധ്യത്തിൽ എഴുത്തുകാരൻ PR നാഥന് സമ്മാനിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അമ്മയ്ക്ക് ജന്മദിന ആശംസകളുമായി അമൃതപുരിയിൽ എത്തി. കാരുണ്യവർഷം പെയ്തിറങ്ങിയ മണ്ണിൽ അമ്മയുടെ സ്നേഹവാത്സല്യം അലയടിച്ചപ്പോൾ അമൃതപുരി ജനസാഗരമായി. അമൃതവർഷം 72ന്റെ ഔദ്യോഗിക പരിപാടി കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയും BJP ദേശീയ അധ്യക്ഷനുമായ JP നദ്ദ ഉദ്ഘാടനം ചെയ്തു. അമ്മയുടെ ജീവിതം സേവനത്തിനായി മാത്രം സമർപ്പിച്ചതാണെന്നും അതെല്ലാ അർത്ഥത്തിലും മാതൃകാപരമാണെന്നും JP നദ്ദ പറഞ്ഞു. അമ്മയുടെ ജന്മദിനം അതുകൊണ്ട് തന്നെ സേവന പദ്ധതികളാൽ മഹത്തരമാകുന്നുവെന്നും JP നദ്ദ വ്യക്തമാക്കി. We all know that her whole life has been dedicated with unconditional compassion, unconditional love to the society, and dedicated for the society, making the society stronger, empowered. We all know that she has contributed not only to the state of Kerala. Her contribution does not limit only to the state of Kerala. It is not limited only to the Indian nation, but worldwide she has been active as far as social activity is concerned. പ്രശസ്ത സാഹിത്യകാരൻ PR നാഥന് അമൃതകീർത്തി പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിച്ചു. ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത ഫലകവും 1,23,456 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. JP നദ്ദ പുരസ്കാര സമർപ്പണം നടത്തി. അമ്മ പകർന്ന സ്നേഹവും കരുണയും എല്ലാം തന്റെ മനസ്സിനെ സ്വാധീനിച്ചു. അതുകൊണ്ട് തന്നെ ഈ പുരസ്കാരം അമ്മയ്ക്ക് സമർപ്പിക്കുന്നുവെന്നും മറുപടി പ്രസംഗത്തിൽ PR നാഥൻ പറഞ്ഞു. ഏത് വാക്ക് ഉച്ചരിക്കുന്നതും മനുഷ്യ നന്മയിലെ ഉയർത്താനായിരിക്കണം. നൊബിലിറ്റി എന്ന ഗുണം ഉണ്ടാകണമെന്ന് അമ്മ പറഞ്ഞത് എല്ലാ പുസ്തകങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു ലോകം ഒരു ഹൃദയം എന്ന വിഷയത്തിൽ സ്കൂൾ കുട്ടികൾക്കായി നടത്തുന്ന മലയാളം ഉപന്യാസ മത്സരത്തിന്റെ ഉദ്ഘാടനവും 72 പ്രമുഖ വ്യക്തികൾ എഴുതിയ അനുഭവങ്ങളുടെ സമാഹാരമായ അമ്മക്കടൽ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, L മുരുകൻ, MP-മാരായ ശശി തരൂർ, KC വേണുഗോപാൽ, ജസ്റ്റിസ് ജയകുമാർ, മഹാമണ്ഡലേശ്വർ സന്തോഷാനന്ദ് മഹാരാജ്, സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി, സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി, സ്വാമി ഗീതാനന്ദ, സ്വാമി വിശാലാനന്ദഗിരി, മുൻ കേന്ദ്രമന്ത്രിമാരായ പ്രകാശ് ജാവദേക്കർ, V മുരളീധരൻ, CR മഹേഷ് MLA, കുമ്മനം രാജശേഖരൻ, വെള്ളാപ്പള്ളി നടേശൻ, തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവർ വിവിധ സേവന കർമ്മ പദ്ധതികളുടെ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. മക്കൾക്കായി അമ്മയുടെ ദർശനം ഇപ്പോഴും തുടരുകയാണ്. ചടങ്ങുകൾക്കൊപ്പം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളുമുണ്ട്. അമൃത ന്യൂസ്, അമൃതപുരി. സ്വന്തം മനോവികാസത്തിനും സമൂഹത്തിന്റെ നന്മയ്ക്കും ഉതകുന്ന ശീലങ്ങൾ ഉള്ളിൽ ജനിക്കുന്ന ദിവസമാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ ജന്മദിനമെന്ന് സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി. ദുഃഖിക്കുന്ന മനുഷ്യരെ സേവിക്കുന്നതാണ് ഈശ്വരപൂജയെന്നും അമ്മ ജന്മദിന സന്ദേശത്തിൽ പറഞ്ഞു. മക്കളുടെ ഹൃദയത്തിൻ്റെ വേദനയും കണ്ണീരിൻ്റെ വിലയും നല്ലതുപോലെ അമ്മയ്ക്കറിയാം. പഴയ ശീലം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിലും മക്കൾ ശ്രമിക്കണം. സ്വന്തം മനോവികാസത്തിനും സമൂഹത്തിനും നന്മയ്ക്ക് ഉതകുന്ന ശീലങ്ങൾ ഉള്ളിൽ ജനിപ്പിക്കണം. അതാണ് ശരിയായ ജന്മദിനം. അങ്ങനെ നന്മയുടെ നമ്മൾ അനവധി പുതുജന്മങ്ങളെ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അത്തരം നന്മമനങ്ങൾ
ഉള്ളിൽ പൂടുമ്പോൾ നിറവും മണവും എല്ലായിടവും പരക്കും. അത് നമുക്ക് മറ്റുള്ളവർക്കും എന്തെന്നില്ലാത്തൊരു ആഹ്ലാദം പകരുന്നതാണ്. പക്ഷെ അതെളുപ്പം നടക്കുന്നതല്ല. ചുറ്റുപാടും ഊരിട്ടാണ്. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്നു. ഈ അവസ്ഥയിൽ നമ്മൾ കൊച്ചു കൊച്ചു നന്മ മരങ്ങളാകണം. അല്ല ലോകം മാറില്ല. ഒരു സീറോ ബൾബിന് മുമ്പിൽ നമുക്ക് പഠിക്കാൻ സാധിക്കില്ല. അനേക സീറോ ബൾബ് ഒന്ന് ചേരുമ്പോൾ ഹാള് മുഴുവൻ പ്രകാശമാണ്. നമ്മുടെ സൃഷ്ടിയിൽ കാണുന്ന സകല ചരാചരങ്ങളും അത്ഭുതങ്ങളാണ്. അതിലേറ്റവും വലിയ അത്ഭുതം മനുഷ്യനാണ്. മനുഷ്യന് മാത്രമാണ് ചിന്തിക്കാനും ചിന്തിക്കുകയും ചെയ്യാനുള്ള കഴിവും ഉണ്ടാകുന്നതാണ്. അപ്പം ആ നമ്മൾ ശരിയും തെറ്റും തിരിച്ചറിയാനും അതുപോലെ നമ്മളതിന് അനുസരിച്ച് സ്വീകരിക്കാനുള്ള മനസ്സുള്ള മനുഷ്യൻ മാത്രമാണ്. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് മനുഷ്യൻ മാത്രമാണല്ലോ. ആ വിവേകബോധം ഉണർന്നാൽ നമുക്കുള്ളിൽ പുതിയൊരു സൂര്യോദയം ഉണ്ടാകും. അങ്ങനെ മനോഭാവത്തിൽ മാറ്റമുണ്ടാകും. ലോകത്തിന് തകരാറൊന്നുമില്ല. ആഘോഷ നിറവിലാണ് അമൃതപുരി. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പിറന്നാൾ ആഘോഷങ്ങൾ അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ പുരോഗമിക്കുകയാണ്. അമൃതപുരിയിലെ വിശേഷങ്ങളുമായി തത്സമയം ചേരുകയാണ് സുധീഷും ഐശ്വര്യയും. സുധീഷ്, ഐശ്വര്യ, ലോകാസമസ്ത സുഖിനോ ഭവന്തു, അത് തന്നെയാണ് അമ്മ നമ്മളെ പഠിപ്പിക്കുന്നതും. അമ്മയുടെ ദർശനം പുരോഗമിക്കുകയാണ്. ആ അമ്മയെ ഒരു നോക്ക് കാണാൻ മക്കൾ ക്ഷമയോടെ കാത്തു നിൽക്കുന്നു ആ ഒരു നിമിഷത്തിനായി. തീർച്ചയായും അശ്വതി പറഞ്ഞതുപോലെ തന്നെയാണ് കാരുണ്യത്തിൻ്റെ സ്പർശം. അത് ഒരു ഭക്തിയുടെയും ആത്മീയതയുടെയും ഒരു ചെറു കാറ്റായി ഇവിടെയൊക്കെ അലയടിക്കുന്നു. ആ ഒരു ചെറിയ കാറ്റിൽ, ആ ഒരു കുളിർമയിലാണ് ഇപ്പോൾ ഈ അമൃതപുരി ഉള്ളത്. ഇവിടെയൊക്കെ ഉള്ള തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഓരോ അമ്മയുടെ മക്കളും ആ ആത്മീയതയുടെയും കാരുണ്യത്തിൻ്റെയും നിർവൃതി അറിയുന്നു. ആ ആത്മീയതയിലൂടെ അല്ലെങ്കിൽ ആ കാരുണ്യത്തിലൂടെ അവർ ഒരു ജീവിതത്തിൻ്റെ പുതിയ തുടക്കത്തിലേക്ക് അവർ യാത്ര തുടങ്ങുന്നു. അതുതന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. രാവിലെ മുതൽ ആരംഭിച്ച ജന്മദിനാഘോഷങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഈ അമൃതപുരി ക്യാമ്പസിൽ. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ നിരവധിയായ അമ്മയുടെ ഭക്തർ, അവർക്ക് ദേശങ്ങളില്ല, നാടുകളില്ല, പല നാടുകളിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നും എത്തിയ അമ്മയുടെ ആ ഭക്തർ, അവർ അമ്മയോടൊപ്പം അല്പനേരം ചിലവഴിക്കുന്നു. അമ്മയുടെ അതിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും അമ്മയുടെ മക്കളായി മാറുന്നത്. ആ ഒരു കുഞ്ഞിനോടും അല്ലെങ്കിൽ മുതിർന്ന ഒരു വ്യക്തിയോടും അമ്മ ഒരേപോലെ ആ വാത്സല്യം ചൊല്ലുന്നു. ആ അമ്മ ചൊല്ലുന്ന വാത്സല്യം, ആ ഒരു വാത്സല്യമാണ് നമുക്ക് ജീവിതത്തിൽ പ്രചോദനമാകുന്നത്. അത്തരത്തിൽ വളരെ ഭക്തി നിർഭരിക്കുന്നു. ആ അമ്മ തരുന്ന വാത്സല്യം, ആ ഒരു വാത്സല്യമാണ് നമുക്ക് ജീവിതത്തിൽ പ്രചോദനമാകുന്നത്. അത്തരത്തിൽ വളരെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നമുക്ക് ഈ അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിലെ ജന്മദിനാഘോഷ വേളയിൽ നടക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അമ്മ നിറപിഞ്ചുരിയോടെ തൻ്റെ മുന്നിലെത്തുന്ന മക്കളെയെല്ലാം വാരിപ്പുണരുന്നു, അവർക്ക് സ്വാതന്ത്ര്യമേകുന്നു, അവർക്ക് ആശ്വാസവാക്കുകൾ ചൊരിയുന്നു. അവർ കാത്തുനിന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങി സന്തോഷത്തോടു കൂടി മടങ്ങുന്ന കാഴ്ച, അത് മറ്റെങ്ങും കാണാൻ കഴിയാത്ത ആത്മനിർവൃതിയുടെ ഒരു മഹനീയമായ കാഴ്ചയാണ്. ആ കാഴ്ചയിലൂടെയാണ് ഇപ്പോൾ അമൃതപുരി കടന്നു പോകുന്നത്, അല്ലേ ഐശ്വര്യ? അതെ സുധീഷ്, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മയെ കാണാനായി അമ്മയുടെ മക്കൾ ഇതാ ഈ അമൃതപുരിയുടെ ഈ ഒരു ക്യാമ്പസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ എല്ലാവരോടും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്, എല്ലാവരെയും തലോടുന്നുണ്ട്, എല്ലാവരെയും ആലിംഗനം ചെയ്യുന്നുണ്ട്. അതിലുപരി പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വേദിയിൽ ഒരു സൈഡിലായി സ്വാമി പ്രണവാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ ഒരു ഭക്തിഗാന സുധ നടക്കുന്നുണ്ട്. അതായത് ഇവിടെയുള്ള അമ്മയുടെ എല്ലാ മക്കളെയും അമ്മയുടെ ഈ ഒരു മുന്നിലിരിക്കുമ്പോൾ അവരെ ഭക്തിയുടെ മറ്റൊരു തലങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആ ഒരു ഭക്തി ഗാനസുധ എന്ന് പറയുന്നത്. അത് കേൾക്കാനായും അതുപോലെ തന്നെ അമ്മയെ ഒന്ന് കാണുവാനുമായി ഈ വേദിയിൽ നിരവധി പേരാണ്, ആയിരങ്ങളാണ് ഈ വേദിയിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. സുധീഷ് സൂചിപ്പിച്ചതുപോലെ ആ ഒരു കാരുണ്യം അറിയാനായി, ആ ഒരു സാന്ത്വനം അനുഭവിക്കാനായി ഇവിടെ ഈ ഒരു വേദിയിലേക്ക് ഇപ്പോഴും ഇങ്ങനെ അമ്മയുടെ മക്കൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ജാതി ഒരു വിഷയമല്ല, മതം ഒരു വിഷയമല്ല, കൂടാതെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള
ഇന്ത്യക്ക് അകത്തും പുറത്തു നിന്നുമായി നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം പറയേണ്ടത്, ഇനി ഈ ഒരു അമ്മയെ കാണാനായി എത്തുന്നവരുടെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ ദർശനം പുലർച്ചെ വരെ നീളും എന്നുള്ളതൊരു സംശയമില്ല. പക്ഷേ അമ്മ എല്ലാ മക്കളോടും ഒരുപോലെയാണ്. അമ്മ എപ്പോഴും അങ്ങനെയാണ്, എല്ലാവരോടും ഒരുപോലെയാണ് പെരുമാറുന്നത്. അതുപോലെ തന്നെയാണ് അമ്മ എല്ലാ മക്കളോടും കാര്യങ്ങൾ ചോദിച്ച് വളരെ പ്രസന്നവതിയായി കാര്യങ്ങളൊക്കെ ചോദിച്ചാണ് സംസാരിച്ചാണ് അമ്മ ഓരോ മക്കളെയും ഇവിടുന്ന് അമ്മയുടെ ദർശനത്തിന് ശേഷം പറഞ്ഞയക്കുന്നത്. എല്ലാവരും കണ്ണുകളോടെയാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അതായത് സന്തോഷത്തിൻ്റെ ആ കണ്ണുനീരെന്ന് പറയുന്നത് അവരുടെ സന്തോഷത്തിൻ്റെ ഒരു കണ്ണുനീരാണ്. അമ്മയെ കാണാനായതിൻ്റെ, അമ്മയോട് സംസാരിക്കാനായതിൻ്റെ ആ ഒരു സന്തോഷം, അതാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അശ്വതി, തീർച്ചയായും അതുതന്നെയാണ്. അമൃതപുരിയിലെ വിശേഷങ്ങളാണ് സുധീഷും ഐശ്വര്യയും പങ്കുവച്ചത്. അമ്മയുടെ ജന്മദിന ആഘോഷങ്ങളിൽ അലിഞ്ഞു ചേർന്ന് അമൃതപുരി. ലക്ഷക്കണക്കിന് മക്കളാണ് അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിലെ ജന്മദിനാശംസാ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. പുലർച്ചെ മുതലാണ് ജന്മദിനാഘോഷം അമൃതപുരിയിൽ ആരംഭിച്ചത്. പുലർച്ചെ 72 ഗണപതി ഹോമത്തോടെയാണ് അമ്മയുടെ 72ാം ജന്മദിനാഘോഷങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ സത്സംഗവും നടന്നു. ലോകമെമ്പാടുമുള്ള അമ്മയുടെ മക്കൾ കാരുണ്യത്തിന്റെ സാഗരത്തിൽ അലിഞ്ഞു ചേരുന്ന നിമിഷങ്ങളാണ് അമ്മയുടെ ഈ ജന്മദിനാഘോഷവേള എന്ന് സ്വാമി പറഞ്ഞു. അമ്മാസ് ഹാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹാർട്ട് എന്ന് പറയുമ്പോൾ ബ്ലഡ് പമ്പിങ് ഓർഗൻ അല്ല, ഇറ്റ്സ് എ സ്പിരിച്വൽ ഹാർട്ട്. ആൻഡ് സ്പിരിച്വൽ ഹാർട്ട് ഈസ് വൺ വിത്ത് ദ യൂണിവേഴ്സൽ ഹാർട്ട്. നമ്മൾ പറയല്ലേ, മൈ ഹാർട്ട് ഈസ് നോട്ട് ദെയർ, മൈ ഹാർട്ട് ഏക്സ്, മൈ ഹാർട്ട് ലോങ്സ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നു, അയ്യോ എനിക്ക് ഹൃദയത്തിൽ ഭയങ്കര സന്തോഷം, അയ്യോ എനിക്ക് ഭയങ്കര വേദന. വാട്ട് ഈസ് ദിസ് ഹാർട്ട്? ഇറ്റ്സ് നോട്ട് ദ ബ്ലഡ് പമ്പിങ് ഓർഗൻ, ബട്ട് ഇറ്റ്സ് ദ ഡീപ്പസ്റ്റ് ഫീലിംഗ്, ദ പ്രൊഫണ്ടസ്റ്റ് ഫീലിംഗ് that one feels, one experiences, which is beyond words. തുടർന്ന് പ്രശസ്ത സംഗീതജ്ഞരായ ശരത്തും ഗായിക മഞ്ജരിയും സംഘവും ചേർന്നൊരുക്കിയ സംഗീത വിരുന്ന്. പരിപൂർണമീ സ്വരഭാജനം കരുണാനിധേ സത്യവ്രതഭരിതത്വം മമ ഹൃദയം ഭക്തി സ്വരലുളിതം പ്രണതോസ്മി ഗുരുവായൂരേശം. തുടർന്ന് ജന്മദിനാഘോഷങ്ങൾ നടക്കുന്ന വേദിയിലേക്ക് അമ്മ എത്തി. പ്രാർത്ഥനകളോടെ മക്കൾ അമ്മയ്ക്ക് സ്വാഗതമരുളി. തുടർന്ന് ഗുരുപാതുക പൂജയും അമ്മയുടെ സത്സംഗവും നടന്നു. വിവിധ ആദിവാസി ഗോത്രങ്ങൾ അവരുടെ പരമ്പരാഗത അനുഷ്ഠാന പ്രതീകങ്ങൾ നൽകി അമ്മയുടെ അനുഗ്രഹം വാങ്ങി. അമൃത ന്യൂസ്, അമൃതപുരി. വീണ്ടും അമൃതപുരിയിലെ വിശേഷങ്ങളിലേക്കാണ്. അഖിലയും ശ്രീജയുമുണ്ട്. അഖില, ശ്രീജ, നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സമൂഹ വിവാഹങ്ങൾ, അങ്ങനെ മാനവരാശിക്ക് വീണ്ടും വീണ്ടും അമ്മ പ്രചോദനമാകുന്നു, വഴികാട്ടിയാകുന്നു. അമ്മയുടെ കാരുണ്യം, സ്നേഹം അത് മക്കളിലേക്ക് ചൊരിയുന്നു. അമ്മയെ കണ്ട് കൊതി തീരാതെയാണ് അമ്മയുടെ മക്കൾ മടങ്ങുന്നത് എന്നതാണ്. ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങൾ അത് അവരുടെ കണ്ണും മനസ്സും നിറയ്ക്കുന്നു. അഖില, ശ്രീജ. തീർച്ചയായിട്ടും അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ ആനന്ദത്തിന്റെ ആ ഒരു കണ്ണുനീരാണ് ശരിക്കും കാണുന്നത്. അത്ര വൈകാരികമായാണ് പലരും ഈ ദിവസത്തെ കണ്ടത്. അമ്മയെ കണ്ടിങ്ങനെ ഇറങ്ങാൻ കഴിയുക, ഈ അമൃതപുരി വിട്ടു പോകാൻ കഴിയാത്ത അത്ര ഒരു വൈകാരികമായാണ് ആളുകൾ ഈ ദിവസത്തെ കണ്ടത്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഉത്സവ ആഘോഷങ്ങളാണ് ശരിക്കും അമൃതപുരിയിൽ അമ്മയുടെ 72ാം ജന്മദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ അടുത്ത ഈ മാതൃകയായി അമ്മ എല്ലായ്പ്പോഴും അമ്മയുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാറുണ്ട്. അത് മക്കൾ വളരെ വളരെ കാര്യമായി തന്നെ അത് എടുക്കുകയും പിന്നീട് അങ്ങോട്ട് അവരുടെ പ്രവർത്തനത്തിൽ ജീവിതത്തിലുടനീളം അത് കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നതാണ്. കഴിഞ്ഞ പല വർഷങ്ങളിൽ നമ്മൾ കണ്ടതാണ്. സുനാമി ദുരന്ത ബാധിതർക്കുള്ള അമ്മയുടെ സഹായം, ഒപ്പം നിരവധി കുടിവെള്ള പദ്ധതികളൊക്കെ നൽകിക്കൊണ്ട് അവരെ സംരക്ഷിക്കുക, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രത്യേക പദ്ധതികളൊക്കെ തയ്യാറാക്കി എല്ലാ കാലത്തും അമ്മയുടെ സേവന പ്രവർത്തനങ്ങൾ സജീവമായി തുടരുന്നു. ആ കാരുണ്യ പ്രവർത്തനങ്ങൾ ഇപ്പോഴും സജീവമായി തുടരുകയാണ്. ഈ അമൃതപുരി ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ചുറ്റും ആളുകളാണ് ശരിക്കും. അത്രയോളം നേരത്തെ അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ, ഈ അമൃതപുരിയുടെ പരിസരം വിട്ടു പോകാൻ ആർക്കും മനസ്സുകൊണ്ട് സാധിക്കുന്നില്ല. ശരിക്കും ശരീരം മാത്രമേ ഈ അമൃതപുരിയുടെ പരിസരം വിട്ടു പോകുന്നുള്ളൂ, അല്ലെ ശ്രീജ? തീർച്ചയായും. കാരണം നമ്മൾ ഇന്നലെ ടോപ് 10 ഒപ്പം ചേർന്നപ്പോൾ
കണ്ട ദൃശ്യങ്ങൾ അത് അങ്ങനെ തന്നെ നിൽക്കുന്ന പോലെ തോന്നുന്നു. കാരണം ഇന്നലെ കണ്ടപ്പോൾ കുറെ ആളുകൾ അമൃതപുരിയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ്. പക്ഷെ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി അതിൽ കുറച്ചാളുകൾ മടങ്ങിപ്പോകുന്നുണ്ട്. പക്ഷേ മറ്റു ചിലർക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത വിധം അവർ ഇവിടവുമായി ഇഴുകിച്ചേർന്നിരിക്കുന്നു. അവർക്ക് അമ്മയെ വിട്ട് പിരിയാനുള്ള ഒരു സങ്കടമുണ്ട്. ഒരുപാട് പേർ ഇപ്പോഴും ഇങ്ങനെ ഇവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുകയാണ്. ഇന്നൊരു ദിവസം കൂടി അമ്മയുടെ ദിവസമാണ് ശരിക്കും ഇന്ന്. മക്കൾക്ക് അമ്മയെ സംബന്ധിച്ച് അവർക്ക് അത്രയും പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹവും സന്തോഷവും ഒക്കെ അവർ പരസ്പരം പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം ഇവിടെ ചുറ്റും നമ്മൾ കാണുന്നുണ്ട് ലൈറ്റും ഒക്കെയായി മൊത്തത്തിലൊരു ഉത്സവാന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. അമ്മയെ കണ്ട് ആ ഒരു സന്തോഷ നിർവൃത്തി അടഞ്ഞ ശേഷം ഇവിടെ തന്നെ അവർ കൂടി അല്ലെ ആ ഒരു ഹാപ്പിനെസ് ഒക്കെ അവർ പരസ്പരം പങ്കുവയ്ക്കുകയാണ്. തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവർക്കും ഒത്തുചേരാൻ കഴിയുന്ന ഒരു അവസരമായി അവരിതിനെ കാണുന്നുണ്ട്. വിവിധ ഇടങ്ങളിൽ, അതായത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ഈ അമ്മയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാനായി നിരവധി പേര് എത്തിയിട്ടുണ്ട്. അവർക്ക് ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു വേദിയായി കൂടി അമ്മയുടെ സേവന പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ അത് അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ കൂടി ഇവർക്കെല്ലാം ഒരുമിച്ച് ചേരാനുള്ള ഒരു വേദിയായി കൂടി ഈ ആഘോഷങ്ങൾ, ഈ അമൃതവർഷം 72 മാറുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ അടുത്ത വർഷം അമ്മയുടെ പിറന്നാളിന് എത്താൻ കഴിയണേ എന്നുള്ളൊരു പ്രാർത്ഥന. അത് മാത്രം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മനസ്സുകൾ എപ്പോഴും അമൃതപുരിയിൽ തന്നെയാണ്. ഇവരുടെയൊക്കെ അത്ര വലിയ ഒരു ആത്മബന്ധമാണ് അമ്മയുമായി ഓരോരുത്തർക്കും ഉള്ളത്. പക്ഷേ ശരീരം മാത്രമാണ് പലരുടെയും അമൃതപുരിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന. മനസ്സ് ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഏതായാലും ആഘോഷങ്ങൾ ഇങ്ങനെ അവസാനിക്കുന്നില്ല. സുധീഷും ഐശ്വര്യയും ഒക്കെ സൂചിപ്പിച്ച പോലെ തന്നെ അവസാനത്തെ ആളെയും കണ്ടതിന് ശേഷം മാത്രമേ അമ്മ ആ വേദി വിടൂ. അതുകൊണ്ട് തന്നെ ആഘോഷങ്ങളും അതിന് പിന്നാലെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇങ്ങനെ കൃത്യമായി നടക്കുന്നുണ്ട് അല്ലെ ശ്രീജ? തീർച്ചയായും. ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നത് 2002 അഹിംസയ്ക്കുള്ള ഗാന്ധി കിങ് അവാർഡ് അമ്മയ്ക്ക് സമ്മാനിക്കാനായി ഡോക്ടർ ജയൻ ഗുഡാൾ എത്തിയപ്പോൾ അദ്ദേഹം അമ്മയെ വിശേഷിപ്പിച്ചൊരു വാചകമുണ്ട്. മനുഷ്യ ശരീരത്തിലെ ദൈവത്തിന്റെ സ്നേഹം. ആ ഒരു സ്നേഹത്തെ തേടി ആ സ്നേഹം കണ്ടതിന് ശേഷം മടങ്ങാനാകാത്ത വിധം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യക്കൂട്ടം, അങ്ങനെ തന്നെ പറയണം. അവർക്ക് ഈ ഒരു സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകാനാകുന്നില്ല, അകന്നു പോകാൻ സാധിക്കുന്നില്ല. അത് തന്നെയാണ് നമ്മൾ ഇവിടുന്ന് കാണുന്ന കാഴ്ച. തീർച്ചയായും അതുതന്നെയാണ്. രാവും പകലും വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് അമ്മയുടെ അനുഗ്രഹം തേടി അമൃതപുരിയിലേക്ക് ഒഴുകിയെത്തുന്നത്. സന്തോഷ നിമിഷങ്ങളിലൂടെയാണ് അമൃതപുരി കടന്നുപോകുന്നത്. ശ്രീ സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനം ആനന്ദപൂർവ്വം കൊണ്ടാടുകയാണ് അമ്മയുടെ മക്കൾ. അമൃതപുരിയിൽ അമ്മയുടെ ദർശനം പുരോഗമിക്കുകയാണ്. അമൃതപുരിയിലെ വിശേഷങ്ങളാണ് സുധീഷും ഐശ്വര്യയും അഖിലയും ശ്രീജയും പങ്കുവച്ചത്. അമ്മയുടെ ജന്മദിന ആഘോഷങ്ങളുടെ വേദി നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും വേദിയായി. സൗജന്യ ശസ്ത്രക്രിയകളും സമൂഹ വിവാഹവും അമൃതാശ്വാശ്രയ സംഘങ്ങൾക്കുള്ള സഹായ വിതരണങ്ങളും സാമൂഹിക സേവനം മുൻനിർത്തിയുള്ള അമ്മയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്നു. इन सर्टिफिकेट्स जिन्हें हम देना चाह रहे हैं, आप उन्हें अपने हाथों से सर्टिफिकेट्स प्रदान करें. അമ്മയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ഫരീദാബാദ്, കൊച്ചി അമൃത ആശുപത്രികളിലായി നടപ്പിലാക്കുന്ന നിർധനരായ രോഗികൾക്കായുള്ള സൗജന്യ ശസ്ത്രക്രിയകളുടെ പ്രഖ്യാപനം അമ്മയുടെ ജന്മദിനാഘോഷ വേദിയിൽ നടന്നു. കൊച്ചിയിലും ഫരീദാബാദിലുമുള്ള അമൃത ആശുപത്രികളിൽ നടത്താൻ പോകുന്ന 300 സൗജന്യ ശസ്ത്രക്രിയകളുടെ പ്രഖ്യാപനം, ISROയുമായി സഹകരിച്ച് അമൃത ആശുപത്രി 1300 പേർക്ക് സൗജന്യ അപസ്മാര ശസ്ത്രക്രിയ നടത്താനുള്ള ധാരണാപത്രം കൈമാറൽ എന്നിവ അമ്മയുടെ ജന്മദിനാഘോഷ വേദിയിലെത്തിയ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നടന്നു. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയയാണ് അതിൽ എടുത്തു പറയേണ്ടത്. 400-ലധികം കുട്ടികളാണ് അമ്മയുടെ പദ്ധതിയിലൂടെ പുതുജീവിതത്തിലേക്ക് കടന്നുവരുന്നത്. ശ്രീ തമിഴ്നാട്, രണുക് ഗുപ്ത ബീഹാർ, രുദ്ര ബീഹാർ, S നിവിൻ കേരളം, ശബരി കൃഷ്ണ പി കേരളം, സാൻവിക തമിഴ്നാട്, ഷർമിത തമിഴ്നാട്, ഷാരോൺ KS കേരളം, ശിവദ തൃശൂർ. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായി മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന 6000-ഓളം ശൗചാലയങ്ങളുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. സൗജന്യ ശൗചാലയങ്ങളുടെ നിർമ്മാണത്തിന്റെ സർട്ടിഫിക്കറ്റുകൾ തമിഴ്നാടിൻ്റെതാണ് ശ്രീ L മുരുകൻജി ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമൂഹ വിവാഹവും അമ്മയുടെ പിറന്നാളിനോടനുബന്ധിച്ച് നടന്നു. യുവതീ യുവാക്കൾക്കുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും അമ്മ നേരിട്ട് കൈമാറി. അമ്മയുടെ അനുഗ്രഹത്തിൽ പുതിയ ജീവിതത്തിലേക്ക് കടന്നതിന്റെ സന്തോഷത്തിലായിരുന്നു അവർ. വരൻ താലിയെടുക്കുക. മമ ജീവനഹേതുനാം കണ്ഠേ ബധ്നാമി സ്വഭഗേ ത്വം ജീവ ശരദാം ശതം. ഒരുപാട് സന്തോഷമുണ്ട് അമ്മയുടെ സന്നിധി വെച്ചിട്ട് കല്യാണം നടന്ന്.
നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇങ്ങനെ അല്ല അമ്മയുടെ കയ്യിലും. മഠത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 10,000-ത്തിലധികം വരുന്ന സ്വാശ്രയ സംഘാംഗങ്ങൾക്കുള്ള വസ്ത്രങ്ങളുടെയും പ്രവർത്തന മൂലധനത്തിന്റെയും വിതരണോദ്ഘാടനവും ജന്മദിനത്തോടനുബന്ധിച്ച് നടന്നു. 2.5 ലക്ഷത്തിലധികം അംഗങ്ങളാണ് അമൃതശ്രീയിൽ ഉള്ളത്. അമൃത ന്യൂസ്, അമൃതപുരി. മാനവസേവയാണ് ദൈവാരാധനയെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പരിധികളില്ലാത്ത സ്നേഹമാണ് അമ്മയെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. കാണപ്പെട്ട ദൈവം അത് അമ്മയാണ് എന്നത് ജീവിത യാഥാർത്ഥ്യമാണ്. അത് സാർത്ഥകമാക്കുന്ന രീതിയിൽ പരിധികളില്ലാത്ത സ്നേഹം, ഉപാധികളില്ലാത്ത സ്നേഹം ലോകത്തിന് നൽകിക്കൊണ്ട് മാതാ അമൃതാനന്ദമയി ദേവി മാനവ സേവയാണ് ദൈവാരാധനയെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. 2000 ആണ്ട് ആഗസ്റ്റ് മാസം 29-ാം തീയതി ഐക്യരാഷ്ട്രസഭയുടെ പൊതുവേദിയിൽ നിന്നുകൊണ്ട് മലയാളത്തില് അത് അമ്മ ലോകത്തിനോട് പറഞ്ഞു, ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന് അമ്മ ലോകത്തിനോട് പറഞ്ഞു. ലോകമാദ്യമായിട്ടാണ് മലയാളത്തിലുള്ള ഒരു പ്രസംഗം മലയാളികൾക്ക് മുഴുവൻ അഭിമാനിക്കാവുന്ന രീതിയിൽ അന്ന് നടത്തിയത്. അമ്മ ലോകം മുഴുവൻ വെളിച്ചം പകരുന്നുവെന്ന് ശശി തരൂർ MP. അമ്മ നൽകുന്ന സന്ദേശം സമാധാനത്തിന്റെയാണ്. ആത്മീയ സ്നേഹം അമ്മ ചൊരിയുന്നുവെന്നും ശശി തരൂർ MP പറഞ്ഞു. Amma teaches us that light is within each of us, and when kindled, it spreads not only in our inner world, but radiates into the universe itself. Her Malayalam words of the United Nations may not have been understood by everybody, but her compassion, her message of peace, her spiritual vibration, all were understood by every heart present. Leaders and delegates rose in reverence, honoring Amma, and through her, honoring Malayalam, Kerala, and Bharat or India themselves. അമ്മയുടെ കാരുണ്യം കടൽ ഒഴുകുന്ന പോലെ ലോകമെമ്പാടും ഒഴുകുന്നുവെന്ന് KC വേണുഗോപാൽ MP. അമ്മയുടെ ആലിംഗനം വേദനിക്കുന്ന ഒരുപാട് മക്കൾക്ക് സ്വാതന്ത്ര്യമാകുന്നുവെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അമ്മയുടെ കാരുണ്യം കടലൊഴുകുന്നത് പോലെ ലോകമെങ്ങാടും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അമ്മയുടെ പുണ്യകർമ്മമായിട്ടുള്ള ആലിംഗനം വേദന അർപ്പിക്കുന്ന ഒരുപാട് ആളുകളിൽ സാന്ത്വനത്തിൻ്റെ മേഖല എത്തിക്കുന്നു. ഹൃദയത്തിൻ്റെ മുറിവുകളിൽ സ്നേഹത്തിൻ്റെ മരുന്ന് പുരട്ടി അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈശ്വരനെ നമുക്ക് ആകാശത്തിൽ തേടേണ്ടതില്ല, ഓരോ മനുഷ്യരിലും ഈശ്വരനുണ്ട് എന്ന് ഓരോ ദിവസവും അമ്മ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദയയും ക്ഷമയും സ്നേഹവുമാണ് യഥാർത്ഥ ആത്മീയ പാത എന്ന് നമ്മളെ അമ്മ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. തമിഴ് പാരമ്പര്യത്തിലൂടെ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് ജന്മദിനാശംസകളുമായി എത്തിയ സംഘം ഭക്തിക്കൊപ്പം ലോക നന്മയുടെ സന്ദേശം കൂടിയാണ് പ്രകടമാക്കിയത്. ഭക്തനെ ദൈവവുമായും പ്രകൃതിയുമായും സമൂഹവുമായും ബന്ധിപ്പിക്കുന്ന പരമ്പരാഗത സമ്പ്രദായങ്ങൾ അവർ അമ്മയ്ക്ക് മുൻപിൽ നേർച്ചയായി സമർപ്പിച്ചു. തമിഴ്നാട്ടിലെ വിവിധ ദേശങ്ങളിൽ നിന്നാണ് 200ഓളം വരുന്ന സംഘം അമ്മയ്ക്ക് പരമ്പരാഗത രീതിയിലുള്ള നേർച്ചകളുമായി എത്തിയത്. മുളൈപ്പൊരി, പാൽക്കുടം, മാവിളക്ക്, അഗ്നിച്ചട്ടി എന്നിങ്ങനെ ഒരു ദേശത്തിൻ്റെ സംസ്കാരവും ഭക്തിയും ഒരുമിച്ച് ചേരുന്ന വഴിപാടുകൾ അവർ അമ്മയ്ക്ക് മുമ്പിൽ നേർച്ചയായി സമർപ്പിച്ചു. മുളച്ച ധാന്യങ്ങൾ വളർച്ചയുടെയും ഫലഭൂയിഷ്ഠതയുടെയും സമൃദ്ധിയുടെയും പ്രതീകങ്ങളായാണ് ദേവിക്ക് സമർപ്പിച്ചത്. സ്ത്രീകൾ ഒരുമിച്ച് മുളകളെ വളർത്തുമ്പോൾ ഐക്യവും ഭക്തിയും ശക്തിപ്പെടുന്നു. ഇത് പുനരുജ്ജീവനത്തെയും സുസ്ഥിരമായ ജീവിതത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അമ്മയല്ലാതെ ലോകമില്ല എന്ന മഹത്തായ ആശയമാണ് ഇതിലൂടെ പ്രകടിപ്പിക്കുന്നത്. കൊട്ടിയ കൈ വളിച്ചു പോച്ച്, നല്ല കോടി വളവിക വിട്ടു പോച്ച്, കോടി വളവിക വിട്ടു പോച്ച്, നിത്തിര വന്ന് നിലവ മറയ്ക്കത് ഉത്തരവ് കൊടുക്കാളിത്തായേ. പരിശുദ്ധിയുടെയും ദൈവത്തിന് കീഴടങ്ങലിന്റെയും പ്രതീകമായി പാൽക്കലശങ്ങളിൽ കൊണ്ടുവന്ന് ദേവിക്ക് സമർപ്പിക്കുന്നതാണ് പാൽക്കുടം ചടങ്ങ്. അച്ചടക്കം, വിനയം, ഭക്തി എന്നിവയെ സൂചിപ്പിക്കുന്ന ഈ വഴിപാടിലൂടെ അമ്മയുടെ കൃപ പാൽ പോലെ ശുദ്ധവും പോഷകപ്രദവുമാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ്.
അരിപ്പൊടി, ശർക്കര, നെയ്യ് എന്നിവ കൊണ്ട് നിർമ്മിച്ച ഒരു വിളക്ക് ദേവിക്ക് വേണ്ടി കത്തിക്കുന്നു. ഇത് അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുന്നതാണ് മാവിളക്ക്. ഇത് ഇരുട്ട് നീക്കം ചെയ്യുന്നതിനെയും ദിവ്യപ്രകാശം വ്യാപിപ്പിക്കുന്നതിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഘോഷയാത്രയായി പവിത്രമായ അഗ്നിയുടെ ഒരു കലശം തലയിൽ വഹിക്കുന്നു. ഇതാണ് അഗ്നിച്ചട്ടി. ഇത് ആത്മശുദ്ധീകരണം, സംരക്ഷണം, ദിവ്യശക്തി എന്നിവയെ സൂചിപ്പിക്കുന്നു. പരമ്പരാഗതമായി കൈമാറി വരുന്ന ഈ ചടങ്ങുകൾ അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചതോടെ ലോകനന്മ എന്ന മഹത്തായ ആശയമാണ് പ്രകടിപ്പിച്ചത്. ക്യാമറാമാൻ പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, അമൃതപുരി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. തമിഴക വെട്രിക്കഴകം പ്രസിഡന്റ് വിജയുടെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് 36 പേർ മരിച്ചു. 6 കുട്ടികളും 10 സ്ത്രീകളും മരിച്ചവരിൽ പെടുന്നു. 40 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. ന്യൂസ് ഡെസ്കിൽ നിന്നും ജെനി എലിസബത്ത് ചേരുന്നു. ജെനി, അതിദാരുണമായ സംഭവം, അതും 36 പേരാണ് ഈ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് എന്നുള്ളതാണ്. അതിൽ 6 കുട്ടികളും 10 സ്ത്രീകളും മരിച്ചവരിൽ പെടുന്നു. 40ഓളം പേർ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. എന്താണ് ഇന്ന് ഉണ്ടായത്? ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം എന്താണ് ജെനി? അശ്വതി, തമിഴ്നാടിനെ ആകെ നടുക്കിയ ദുരന്തമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കരൂരിൽ തമിഴക വെട്രിക്കഴകം പ്രസിഡന്റും നടനുമായ വിജയുടെ രാഷ്ട്രീയ റാലിക്കിടെയാണ് അപകടമുണ്ടായിരിക്കുന്നത്. വിജയ് 6 മണിക്കൂറോളം വൈകി റാലി നടക്കുന്ന സ്ഥലത്ത് എത്താൻ ഇടയായതാണ് തിക്ക് നിയന്ത്രണാതീതമാകാൻ കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരക്ക് വർദ്ധിച്ചതോടെ ആളുകൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ചൂടും മറ്റും സഹിക്കാൻ കഴിയാതെ സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരും കുഴഞ്ഞു വീഴുകയായിരുന്നു. പരിക്കേറ്റവരുടെ എണ്ണം ഇനിയും ഉയരാനാണ് സാധ്യത. പരിക്കേറ്റവരുടെ ഇപ്പോൾ 36 പേർ മരണപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇനിയും മരണസംഖ്യയും പരിക്കേറ്റവരുടെ എണ്ണവും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. ഉച്ചയോടെ വിജയ് കരൂരിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും താരം സ്ഥലത്തെത്താൻ കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും വൈകിയെന്നാണ് പുറത്തു വരുന്ന വിവരം ഇപ്പോൾ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 30,000-ഓളം ആളുകൾ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ഈ ആളുകൾ കുഴഞ്ഞു വീണതിന് ശേഷം ആംബുലൻസ് ഉൾപ്പെടെ എത്താനായിട്ട് ഈ തിരക്ക് ഭയങ്കര പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കാനും വൈകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ തന്നെ മരണപ്പെട്ടവരുടെ എണ്ണം വർദ്ധിക്കാൻ ഇടയായിട്ടുണ്ട്. ഒപ്പം തന്നെ വിജയ് ഈ തിക്കും തിരക്കും കാരണം ആളുകൾ കുഴഞ്ഞു വീഴുന്നതിനിടെ വിജയ് പ്രസംഗം നിർത്തി തിരിച്ച് കാരവാനിലേക്ക് പോവുകയുണ്ടായി. ഒപ്പം കാരവാനിൽ നിന്ന് കുടിവെള്ളം ജനങ്ങൾക്ക് നേരെ എറിഞ്ഞു കൊടുക്കുകയൊക്കെ ഉണ്ടായി. എങ്കിലും ആ ദുരന്തത്തിന്റെ ഒരു ആഴം കുറയ്ക്കാൻ സാധിച്ചിരുന്നില്ല. ശരി ജെനി, തമിഴക വെട്രിക്കഴകം പ്രസിഡന്റ് വിജയുടെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് 36 പേർ മരിച്ചിരിക്കുകയാണ്. 6 കുട്ടികളും 10 സ്ത്രീകളും മരിച്ചവരിൽ പെടുന്നു. 40 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. വിവരങ്ങളാണ് ജെനി എലിസബത്ത് നൽകിയത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കുകയാണെന്ന് യുഎനിലെ സ്ഥിരം മിഷനിലെ പ്രഥമ സെക്രട്ടറി പേറ്റൽ ഗെലോട്ട് യുഎനിൽ പറഞ്ഞു. മൂന്നാമതൊരു കക്ഷി ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെട്ടിട്ടില്ല. പാകിസ്ഥാൻ വെടിനിർത്തലിന് അഭ്യർത്ഥിക്കുകയായിരുന്നു. നാടകീയത കൊണ്ടോ കള്ളം കൊണ്ടോ സത്യം മറച്ചുവെക്കാൻ കഴിയില്ല. സംഘർഷത്തിൽ കൊല്ലപ്പെട്ട പാക് ഭീകരർക്ക് പാകിസ്ഥാനിലെ മുതിർന്ന സൈനിക സിവിലിയൻ ഉദ്യോഗസ്ഥർ ആദരാഞ്ജലി അർപ്പിച്ചതായും ഗെലോട്ട് പറഞ്ഞു. 2023 ജൂലൈയിലാണ് ഗെലോട്ടിനെ യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം മിഷനിലെ പ്രഥമ സെക്രട്ടറിയായി നിയമിച്ചത്. And no level of lies can conceal the facts. This is the very same Pakistan which, at the UN Security Council on 25th April 2025, shielded the Resistance Front, a Pakistani-sponsored terror outfit, from the responsibility of carrying out the barbaric massacre of tourists in the Indian Union territory of Jammu and Kashmir. Mr. President, a country long steeped in the tradition of deploying and exporting terrorism has no shame in advancing the most ludicrous narratives to that end. അംഗങ്ങളെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തിയെന്ന് മന്നത്ത് പത്മനാഭൻ എടുത്ത നിലപാടാണ് NSS ഇപ്പോഴും തുടരുന്നതെന്നും വിശ്വാസകാര്യത്തിൽ രാഷ്ട്രീയമില്ല എന്നും NSS പ്രതിനിധി യോഗത്തിന് ശേഷം ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. BJPക്കും കോൺഗ്രസിനും രാഷ്ട്രീയ ലക്ഷ്യമാണുള്ളത്. NSSന്റെ സമദൂര നിലപാടിൽ മാറ്റമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയും ഞങ്ങളില്ല. സമദൂരത്തിൽ ഒരു ശരിദൂരമുണ്ട്. അതാണിപ്പോൾ കണ്ടത്. കോൺഗ്രസ് BJP നേതാക്കളെ താൻ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഇക്കാര്യം പറയാൻ BJPയുടെയും കോൺഗ്രസിന്റെയും നേതാക്കൾ വരണ്ടായെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ക്ഷേമമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് ഇതൊരു നിലപാടാണ്. ഇത് മന്നത്ത് പത്മനാഭനെടുത്ത നിലപാടാണ്. അതിന്നും ഞങ്ങൾ തുടരുന്നു എന്നുള്ളൂ. ഇതിപ്പോൾ അതവരുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. ഞങ്ങൾക്ക് ആ രാഷ്ട്രീയം ഇല്ല ഇക്കാര്യത്തിൽ. മാറ്റം വന്നു. സമദൂര നിലപാടാണ്. ഈ രാഷ്ട്രീയത്തിന് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ലാന്ന്.
ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയും ഞങ്ങളില്ല. ഈ സമദൂരത്തിൽ നമുക്കൊരു ശരിദൂരം ഉണ്ടോ? ശരിദൂരമുണ്ട്. അതാണ് ഇപ്പൊ കാണിച്ചതാ. കോട്ടയം പൂഞ്ഞാർ ചേന്നാട് NSS കരയോഗം ഓഫീസിനു മുൻപിലും ജി സുകുമാരൻ നായർക്കെതിരെ ബാനർ. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ കരയോഗം ഭാരവാഹികൾ ബാനർ നീക്കം ചെയ്തു. ശബരിമല വിഷയത്തിൽ ജനറൽ സെക്രട്ടറിയുടെ നിലപാടിനോട് യോജിപ്പില്ല. എന്നാൽ കരയോഗം ഓഫീസിനു മുൻപിൽ ബാനറുകൾ സ്ഥാപിച്ചത് അംഗീകരിക്കാനാകില്ലെന്ന് കരയോഗം ഭാരവാഹികൾ വ്യക്തമാക്കി. പൂഞ്ഞാർ ചേനാട് NSS കരയോഗം ഓഫീസിന് മുന്നിൽ ഇന്ന് രാവിലെയാണ് സുകുമാരൻ നായർക്കെതിരെ ബാനർ പ്രത്യക്ഷപ്പെട്ടത്. പിണറായി വിജയന് പാദസേവ ചെയ്യുന്ന സുകുമാരൻ നായർ രാജിവെക്കണമെന്നായിരുന്നു ബാനറിലെ ആവശ്യം. സ്വാമിയെ ശരണമയ്യപ്പ എന്ന തലക്കെട്ടോട് കൂടിയ ബാനർ NSS കരയോഗം ഓഫീസിന് മുന്നിൽ കൊടിമരത്തോട് ചേർന്നാണ് സ്ഥാപിച്ചിരുന്നത്. ബാനറിന്റെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ കരയോഗം ഭാരവാഹികൾ എത്തി ബാനർ നീക്കം ചെയ്തു. ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകളോട് അനുഭവമില്ലെങ്കിലും കെട്ടിടത്തിൽ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതിനോട് എതിർപ്പുണ്ടെന്ന് കരയോഗം ഭാരവാഹികൾ വ്യക്തമാക്കി. നിലപാടുകളോട് അനുഭവമില്ലെങ്കിലും കെട്ടിടത്തിൽ കെട്ടിയതിനോട് ഞങ്ങൾ വിയോജിക്കുന്നു. രാവിലെ ചില കരയോഗം അംഗങ്ങളാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത് എന്നാണ് സൂചന. NSS പൊതുയോഗം ഇന്ന് ചങ്ങനാശ്ശേരി പെരുന്നയിൽ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് രാവിലെ കരയോഗം ഓഫീസിന് മുന്നിൽ ബാനർ പ്രത്യക്ഷപ്പെട്ടത്. ശബരിമല വിഷയത്തിലും അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ NSSനുള്ളിൽ നിന്നു തന്നെ വ്യാപക പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടെയാണ് ചേനാടും NSS കരയോഗ അംഗങ്ങളുടെ പ്രതിഷേധം പ്രകടമായത്. അമൃത ന്യൂസ്, കോട്ടയം. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ പത്തനംതിട്ടയിൽ വ്യാപക പോസ്റ്ററുകൾ. കോന്നി കലഞ്ഞൂർ കല്ലേർത്ത് കരയോഗത്തിനു മുൻപിലും കലഞ്ഞൂർ ഇടക്കോൺ കരയോഗത്തിനു മുൻപിലും കോന്നി മുരിങ്ങമംഗലം കരയോഗത്തിനു മുൻപിലുമാണ് ബാനറുകളും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടത്. സമുദായ അംഗങ്ങളുടെ മനസ്സറിയാതെ സ്വന്തക്കാർക്കായി സമുദായത്തെ ഭരണവർഗത്തിനു മുൻപിൽ അടിയറവ് വെച്ചുവെന്നും ആഞ്ഞു കുത്തിയത് അയ്യപ്പ ഭക്തരുടെ നെഞ്ചിലാണെന്നും പോസ്റ്ററുകളിൽ. പ്രസ്ഥാനത്തെ വഞ്ചിച്ച് കാലം കഴിക്കാതെ സ്ഥാനമൊഴിഞ്ഞു പോകാനും പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നു. ഇടതുപക്ഷമാണ് ശരിയെന്നും NSSന് ബോധ്യപ്പെട്ടാൽ അവർ അത് പറയട്ടെയെന്നും തങ്ങൾ ഇത് പോസിറ്റീവായി കാണുന്നുവെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDF NSSനെ കാണുന്നത് ശത്രുക്കളായല്ല. NSSനോടുള്ള ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. മന്നത്ത് പത്മനാഭന്റെ ആദർശം ഉയർത്തിപ്പിടിക്കുന്നതുവരെ NSSന്റെ നിലപാട് ശരിയെന്ന് പറയുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇടതുപക്ഷമാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടാൽ NSS അത് പറയട്ടെ. ഞങ്ങളതിനെ പോസിറ്റീവായിട്ട് കാണും. NSSൻ്റെ പാരമ്പര്യം, NSSൻ്റെ പശ്ചാത്തലം അതെല്ലാം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ മന്നത്തിൻ്റെ മഹത്തായ പങ്കിനോർക്കുന്നവരാണ്. 2026 തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന വലിയ പരാജയത്തിന്റെ വിഭ്രാന്തിയിലാണ് സർക്കാർ അയ്യപ്പ സംഗമം നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 10 വർഷം ശബരിമലയിൽ ഒരു വികസനവും നടത്താതെ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് സർക്കാർ ശബരിമല മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് ആലോചിക്കുന്നത്. ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തവരാണിപ്പോൾ കപട ഭക്തിയുമായി വന്നിരിക്കുന്നത്. യോഗി ആദിത്യനാഥ് പിണറായിയുടെ കൂട്ടുകാരനായി മാറി. അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ പ്രസംഗം വായിച്ചത് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ്. UDF വിട്ടുവീഴ്ചയില്ലാതെ മതനിരപേക്ഷ നിലപാടുമായി മുന്നോട്ടു പോകുന്നുവെന്നും VD സതീശൻ കോട്ടയത്ത് പറഞ്ഞു. UDF കോട്ടയത്ത് സംഘടിപ്പിച്ച നിലപാട് വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂട്ടാൻ വഴിയുള്ള വാഹന കള്ളക്കടത്തിൽ സംശയ നിഴലിലുള്ള നടൻ ദുൽഖർ സൽമാന്റെ മറ്റൊരു വാഹനം കൂടി കസ്റ്റംസ് കണ്ടെത്തി. ദുൽഖറിന്റെ ബന്ധുവിന്റെ വെണ്ണലയിലെ ഫ്ളാറ്റിൽ നിന്നുമാണ് വാഹനം കണ്ടെത്തിയത്. രേഖകളിൽ ഇന്ത്യൻ ആർമി ഫസ്റ്റ് ഓണറായി രേഖപ്പെടുത്തിയിട്ടുള്ള നിസാൻ പെട്രോൾ വാഹനമാണ് കണ്ടെത്തിയത്. കസ്റ്റംസ് പരിശോധനയെ തുടർന്ന് വാഹനങ്ങൾ ഉടമകൾ മാറ്റിയതായുള്ള വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ദുൽഖറിന്റെ മറ്റൊരു കാർ കൂടി കണ്ടെത്തുന്നത്. വെണ്ണലയിലെ ഫ്ളാറ്റിൽ പാർക്ക് ചെയ്ത നിലയിലായിരുന്നു വാഹനം. ദുൽഖറിന്റെ ബന്ധുവിന്റേതാണ് ഫ്ളാറ്റ്. നിസാൻ പെട്രോൾ കാറാണ് കണ്ടെത്തിയത്. രേഖകളിൽ വാഹനത്തിന്റെ ഫസ്റ്റ് ഓണർ ഇന്ത്യൻ ആർമിയാണ്. ഹിമാചൽ സ്വദേശിയിൽ നിന്നാണ് ദുൽഖർ വാഹനം വാങ്ങിയതെന്നാണ് രേഖ. ദുൽഖറിന്റെ 2 ലാൻഡ് റോവർ വാഹനങ്ങളും 2 നിസാൻ പെട്രോൾ വാഹനങ്ങളുമാണ് കസ്റ്റംസിന്റെ സംശയ നിഴലിലുള്ളത്. ഇതിൽ ഒരു ലാൻഡ് റോവർ നേരത്തെ പിടിച്ചെടുത്തിരുന്നു. 2 നിസാൻ പെട്രോൾ കാറുകളിൽ ഒരെണ്ണമാണ് ഇപ്പോൾ കണ്ടെത്തിയത്. കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുങ്കോറിൽ വാഹനം പിടിച്ചെടുത്ത നടപടി ചോദ്യം ചെയ്ത് നടൻ ദുൽഖർ സൽമാൻ ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിനിടെയാണ് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള നിസാൻ പെട്രോൾ വാഹനവും കണ്ടെത്തിയത്. ഇതോടെ ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായി 39 വാഹനങ്ങളാണ് കേരളത്തിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. അമൃത ന്യൂസ്, കൊച്ചി.
കായിക വാർത്തകൾ നോക്കാം. ഏഷ്യ കപ്പ് കലാശ പോരാട്ടത്തിൽ നാളെ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. ഏഷ്യ കപ്പ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇന്ത്യ പാക് ഫൈനൽ മത്സരം നടക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ബംഗ്ലാദേശിനോട് ജയിച്ച ആത്മവിശ്വാസത്തിലാണ് പാകിസ്ഥാൻ. ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ 4ലും പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ. ഫോമിൽ തുടരുന്ന അഭിഷേക് ശർമ്മയാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ കരുത്ത്. ടൂർണമെന്റിലുടനീളം അജയ്യരായ മുൻ ചാമ്പ്യന്മാരായ ഇന്ത്യ സൂപ്പർ 4 മത്സരത്തിലെ ആംഗ്യവിവാദങ്ങൾ നിലനിൽക്കെയാണ് ഇരു ടീമുകളും ഫൈനലിൽ ഇറങ്ങുന്നത്. ലഡാക്ക് സംഘർഷത്തിന്റെ പേരിൽ അറസ്റ്റിലായ ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിന് പാകിസ്ഥാൻ ബന്ധമെന്ന് ലഡാക്ക് DGP. വാങ്ചുക്ക് അതിർത്തിക്ക് അപ്പുറത്തേക്ക് ചില വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്ന് DGP വ്യക്തമാക്കി. അതേസമയം സമാധാന നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ ഊർജിതമാക്കിയിട്ടുണ്ട്. സംസ്ഥാന പദവി, സ്വയംഭരണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ലഡാക്കിൽ വിവിധ സംഘടനകൾ പ്രതിഷേധം നടത്തുന്നത്. ലഡാക്ക് സംഘർഷത്തിൽ ആസൂത്രിത നീക്കങ്ങൾ ഉണ്ടായെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തത്. രാജ്യസുരക്ഷാ നിയമപ്രകാരമാണ് അറസ്റ്റ്. വാങ്ചുക്കിന് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്ന് ലഡാക്ക് DGP SD ജാംവാൾ പറഞ്ഞു. വാങ്ചുക്ക് നടത്തിവന്ന സത്യാഗ്രഹ സമരത്തിന് സമീപം 6000-ലധികം ആളുകൾ എത്തിയിരുന്നുവെന്നും അവരാണ് ആക്രമണം നടത്തിയതെന്നും DGP വ്യക്തമാക്കി. പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളുമായി വാങ്ചുക്കിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞ DGP ചില രേഖകൾ ഇത്തരം ആളുകൾക്ക് കൈമാറിയിട്ടുണ്ടെന്നും വ്യക്തമാക്കി. ലഡാക്കിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന സമാധാന ശ്രമങ്ങളെ തകർക്കുകയായിരുന്നു വാങ്ചുക്കിന്റെ ലക്ഷ്യം. അതേസമയം കേന്ദ്ര സർക്കാർ അനുനയ നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. നിലവിൽ ലഡാക്കിൽ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. റാലികൾക്കുൾപ്പെടെ വിലക്കേർപ്പെടുത്തി. അതേസമയം സംഘർഷത്തിൽ അറസ്റ്റിലായ സോനം വാങ്ചുക്കിനെ ജോധ്പൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജയിലിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷ ശക്തമാക്കി. ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ താൻ ജയിലിൽ കഴിയുന്നതാണ് നല്ലതെന്നാണ് സോനം വാങ്ചുക്കിന്റെ പ്രതികരണം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശ്രീധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിൽ ശ്രീധുവിന്റെ പങ്ക് കണ്ടെത്തിയതിന് പിന്നാലെയാണ് അറസ്റ്റ്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാർ റിമാൻഡിലാണ്. അതേസമയം പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ട്. തിരുവനന്തപുരം ചാക്കയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി കുറ്റക്കാരനെന്ന കോടതി. പോക്സോ കോടതി ജഡ്ജി MP ഷിബുവാണ് കേസ് പരിഗണിച്ചത്. ആറ്റിങ്ങൽ ഇടവ സ്വദേശിയായ ഹസൻ കുട്ടിയാണ് കേസിലെ പ്രതി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടഭാഗം ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് വാസയോഗ്യമായ വീട് ഒരുങ്ങി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ 12.50 ലക്ഷം രൂപ ചിലവിലാണ് ബിന്ദുവിന്റെ വീട് നവീകരിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കുടുംബത്തിന് കൈമാറി. BSNLന്റെ സ്വദേശി 4G നെറ്റ്വർക്ക് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചപ്പോൾ തൃശൂർ കോവിലകത്തും പാടത്തെ BSNL ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഓൺലൈനായി സമർപ്പണത്തിന് സാക്ഷ്യം വഹിച്ചു. തൃശൂർ ജില്ലയിലെ ആദിവാസി ഊരുകളിലടക്കം BSNLന്റെ സേവനം ലഭ്യമാകും. ചാലക്കുടി മലക്കപ്പാറ റൂട്ടിൽ അതിരപ്പള്ളി, പെരിങ്ങൽകുത്ത്, ഷോളയാർ, വാശ്മരം, അടിച്ചിൽ തൊട്ടി, മലക്കപ്പാറ, പീച്ചി തുടങ്ങിയ വനവാസ മേഖലകളിലെല്ലാം BSNL ടവർ സ്ഥാപിച്ച് സേവനം എത്തിച്ചു കഴിഞ്ഞു. കൊച്ചി അമൃത ആശുപത്രിക്ക് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എക്സലൻസ് പുരസ്കാരം. ജലവായു മലിനീകരണ നിയന്ത്രണത്തിൽ കഴിഞ്ഞ വർഷം കൈവരിച്ച നേട്ടങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം. എറണാകുളം അങ്കമാലിയിൽ നടന്ന അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചി അമൃത ആശുപത്രിക്ക് പുരസ്കാരം സമ്മാനിച്ചു. ജലവായു മലിനീകരണ നിയന്ത്രണത്തിൽ കഴിഞ്ഞ വർഷം കൈവരിച്ച നേട്ടങ്ങളും ഊർജ്ജ സംരക്ഷണത്തിനും ജലസംരക്ഷണത്തിനും നടപ്പിലാക്കിയ പദ്ധതികളും പരിഗണിച്ചാണ് കൊച്ചി അമൃത ആശുപത്രിയെ എക്സലൻസ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. അമൃത ഹോസ്പിറ്റലിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സെക്ടറിൽ ഒരു സർക്കുലാർ ബിസിനസ് മോഡൽ, അതായത് ഒരു സർക്കുലാർ എക്കോണമിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലെ സ്ലഡ്ജിൽ നിന്ന് ബയോഗ്യാസ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ബയോഗ്യാസ് ഉപയോഗിച്ച് ഇവിടുത്തെ ഇൻസിനേറ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നു. ഇൻസിനേറ്ററിൽ നിന്ന് ഹീറ്റ് എനർജി റിക്കവർ ചെയ്ത് ഹൈഡ്രോളിക് പ്രസ്സിൽ യൂസ് ചെയ്യുന്നു. ഈ ഹൈഡ്രോളിക് പ്രസ് അമൃത ഹോസ്പിറ്റൽ തന്നെ വികസിപ്പിച്ചെടുത്തതാണ്. ഇതിൽ വളരെ തിന്നായിട്ടുള്ള റീസൈക്കിളേഴ്സുകാർ കളക്ട് ചെയ്യാത്ത വളരെ തിന്നായിട്ടുള്ള വേസ്റ്റ് പ്ലാസ്റ്റിക്സ് പ്രസ് ചെയ്ത് പ്ലാസ്റ്റിക് ബ്രിക്കാക്കുന്നു. പിന്നീട് ഇതിനെ ബിൽഡിംഗ് ബ്ലോക്കാക്കി കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു.
കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായി കൊച്ചി അമൃത ആശുപത്രി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നതും കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിഗണിച്ചു. പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത സുസ്ഥിര വികസനം, വികസനത്തെ അട്ടിമറിക്കാത്ത പാരിസ്ഥിതിക സംരക്ഷണം എന്നതാണ് സർക്കാർ നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും ഫലപ്രദമായ നടപടികളാണ് സംസ്ഥാനം സ്വീകരിക്കുന്നത്. മാലിന്യമുക്ത നവകേരളം എന്ന പേരിൽ പ്രത്യേക പദ്ധതി തന്നെ നാം നടപ്പാക്കി വരികയാണ്. മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രിമാരും ഉന്നതതല ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വിവിധ മേഖലകളിൽ മലിനീകരണ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച സ്ഥാപനങ്ങൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. അമൃത ന്യൂസ്, കൊച്ചി. ഇതോടെ ടോപ് 10 പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.